നടി ശോഭന ശരിക്കും എന്താണ്? മലയാളത്തിൻ്റെ അഭിമാനമായ മലയാളിയായ ഒരു മികച്ച നടിയാണ് ശോഭന. അവർ തൃശ്ശൂരിൽ BJPയുടെ മഹിളാ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. ക്ഷണിക്കപ്പെട്ട അതിഥിയായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തി സംസാരിച്ചു. തൃശ്ശൂരിലെ വനിതാ ജനക്കൂട്ടം കണ്ടിട്ട് തൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും സ്ത്രീകളെ ഒരുമിച്ച് കാണുന്നത് എന്ന് അവർ പറഞ്ഞു. അതൊക്കെ ചില ഭംഗി വാക്കുകൾ. ഒരുപക്ഷെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് അവർ പോയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അക്കാര്യം അവർ മറന്നുപോയതായിരിക്കും. ഏറ്റവും കൂടുതൽ സ്ത്രീകൾ കൂടുന്ന ഒരു വലിയ ആഘോഷം, ഉത്സവം എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ ആറ്റുകാൽ പൊങ്കാലയാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒരു ഭംഗി വാക്ക് അവർ പറഞ്ഞു എന്നേ ഉള്ളൂ. അവർ ഒരു രാഷ്ട്രീയക്കാരിയല്ല, അവർ ഒരു മികച്ച നടി. അതിനപ്പുറം എന്താണ്? അപ്പം അവർ ഈ പരിപാടിക്ക് പോയതിൽ എന്താണ് തെറ്റ്? ഇതിൻ്റെ പേരിൽ അവരെ സംഖ്യയായിട്ട് ചിത്രീകരിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു. അവർ സംഖ്യയാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല. അവർ ഒരു സിനിമയിൽ അഭിനയിച്ചാൽ കിട്ടുന്ന പ്രതിഫല തുകയെക്കാളും, അല്ലെങ്കിൽ മികച്ച നർത്തകി കൂടിയായ അവർ ഒരു നൃത്ത പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വാങ്ങുന്ന പണമായാലും അതിൻ്റെയൊക്കെ ഇരട്ടി പണം കിട്ടുന്ന ഒരു പരിപാടിക്ക് അവർ പോകുന്നെങ്കിൽ അതിൽ എന്താണ് തെറ്റ്? അവരുടെ തൊഴിൽ അഭിനയമാണ്. അഭിനയിച്ച് അതിനവർ പ്രതിഫലം വാങ്ങുന്നു, അല്ലെ നൃത്ത പരിപാടിക്ക് പോയിട്ട് പ്രതിഫലം വാങ്ങുന്നു. ഇനി ഈ ക്ഷണിക്കപ്പെട്ട ഈ ആൾ അവിടെ പോയിരുന്നില്ലെങ്കിൽ, ശോഭന പോയിരുന്നില്ലെങ്കിൽ എന്താകുമായിരുന്നു? BJPയുടെ കണ്ണിലെ നോട്ടപ്പുള്ളിയാകില്ലായിരുന്നു. അവർ വളരെ ബുദ്ധിപരമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. പോയില്ലായിരുന്നെങ്കിൽ ഇഷ്ടക്കേടുണ്ടാവും. പിന്നെ ED വരും. അവരുടെ പ്രശസ്തമായ നൃത്ത ഇൻസ്റ്റിറ്റ്യൂട്ടായ കലാർപ്പണ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ED റെയ്ഡ് നടക്കും. അവരുടെ വീട്ടിൽ റെയ്ഡ് നടക്കും. കേസുണ്ടാവും, ചോദ്യം ചെയ്യാൻ വിളിക്കും. പിന്നെ അതിൻ്റെ പിന്നാലെ നടക്കണം. വാർത്തകളിൽ നിറയും. സ്വത്ത് സമ്പാദിച്ചതിൻ്റെ കണക്കുകൾ ED ചോദിക്കുന്നു. അപ്പോൾ ശോഭനയെ ഇകഴ്ത്തി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യും. ഈ നൂലാമാലകളെല്ലാം ഒഴിവാക്കാൻ ബുദ്ധിമതിയായ ശോഭന കണ്ടെത്തിയൊരു കാര്യമാണിത്. ചടങ്ങിൽ പങ്കെടുക്കുക. അപ്പോൾ എല്ലാവർക്കും തൃപ്തി വരുമല്ലോ. വേറെ കേസും വഴക്കൊന്നും വരില്ലല്ലോ നമുക്ക്. EDക്ക് എവിടെയും കയറിച്ചില്ല. ഒരടിസ്ഥാനവും ഇല്ലാതെ കേസുകൾ ഉണ്ടാക്കാം. അറിയാവില്ല എത്രയോ ഉദാഹരണങ്ങൾ. കേന്ദ്രമന്ത്രിമാർ ജയിലിൽ കിടന്നതും ഇപ്പോഴും കിടക്കുന്നതും ചില മന്ത്രിമാർ. കേരളത്തിൽ നടന്ന റെയ്ഡുകൾ, ED റെയ്ഡുകൾ, അവസാനം പലതും ഒരു തെളിവുമില്ല. പക്ഷേ ഒരു പുകമറ, ഒരു സ്മോൾ സ്ക്രീൻ സൃഷ്ടിച്ചിട്ട് ഒരു വ്യക്തിയെ തേജോവധം ചെയ്യാൻ EDക്ക് പുഷ്പം പോലെ സാധിക്കും. ഇതൊക്കെ അറിയാവുന്നതിൻ്റെ അത്രമാത്രം ബുദ്ധി അവർക്കുള്ളത് കൊണ്ടാണ് അവർ തൃശ്ശൂരെ യോഗത്തിൽ പങ്കെടുത്തത്. അവരെ ഒരു സംഖ്യയായിട്ടൊന്നും നമ്മൾ കാണേണ്ട കാര്യമില്ലെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. പിന്നെ തൃശ്ശൂരിലെ സംഭവങ്ങൾ, മാധ്യമ റിപ്പോർട്ടിങ് എന്തൊരു ഭയങ്കരമായിരിക്കുന്നതാണ്. അതായത് തൃശ്ശൂരിൽ BJP അങ്ങ് ജയിച്ചു കഴിഞ്ഞു, ഇനി ഔദ്യോഗിക പ്രഖ്യാപനം മാത്രം മതിയെന്ന മട്ടിലാണ് മാപ്ര റിപ്പോർട്ടിങ് കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട്. ജയിച്ചു കഴിഞ്ഞു, ഇനി ഔദ്യോഗിക പ്രഖ്യാപനം മാത്രം മതി. സാങ്കേതികമായിട്ട് ഇലക്ഷനൊന്നും നടന്നു കിട്ടിയാൽ മാത്രം മതി. ഇത് എന്താണാവും? അവിടെ എന്താണ് സംഭവിച്ചത്? പ്രതിഷേധിക്കേണ്ടവർ ഒന്നും പ്രതിഷേധിച്ച് കണ്ടില്ല. ആൽമരങ്ങൾ മുറിച്ചു. ഭഗവാന്റെ ജടയെന്ന് പണ്ട് ആലിൻ്റെ ഉണങ്ങിയ ചില കൊമ്പുകൾ മുറിച്ചപ്പോൾ ഇവിടുത്തെ സംഘപരിവാറുകൾ അന്ന് ബഹളം ഉണ്ടാക്കി. അത് ശിവന്റെ ജടയാണ്, തുടരുത്. ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. ഉണങ്ങിയ കമ്പ് മുറിച്ചതിന്. ഇതിപ്പം നല്ല ജീവനുള്ള കമ്പുകൾ മുറിച്ച് താഴെയിട്ടപ്പോൾ ക്ലീൻ ഷേവ്, ചില ആൽമരങ്ങളെ ക്ലീൻ ഷേവ് ചെയ്ത് പുറത്തിട്ട്. എവിടെ പ്രതിഷേധം സംഘപരിവാറിൻ്റെ? പണ്ട് ഉണങ്ങിയ കമ്പ് മുറിച്ചപ്പോൾ ഉണ്ടായ പ്രതിഷേധത്തിൻ്റെ ആ ഒരു രീതി എന്താ ഇപ്പം ഇവിടെ പച്ചക്കമ്പ് മുറിച്ചപ്പോൾ ഇല്ലാത്തത്? എവിടെ പരിസ്ഥിതിവാദികൾ? എവിടെ നീലാണ്ടന്മാർ? ആർക്കും ഒരു മിണ്ടാട്ടവും ഇല്ലല്ലോ. എവിടെ ചങ്കരം വക്കീലുമാർ? മിണ്ടാട്ടമുണ്ടോ? അപ്പം ഇവരൊക്കെ എവിടെ നിൽക്കുന്നവരാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം. എവിടൊക്കെ ഏത് കൊമ്പിലിരിക്കുന്ന പക്ഷികളാണെന്ന് നന്നായിട്ട് മനസ്സിലാക്കാം. പിന്നെ ആ കൊമ്പ് മുറിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ മതി. ഇവരിയ്ക്കുന്ന ഒരു കൊമ്പുണ്ടല്ലോ. പിന്നെ മാധ്യമപ്രവർത്തകർ എന്തൊക്കെയാണെന്നുള്ളത് മലയാള മനോരമയാണ് ഏറ്റവും നന്നായിട്ട് തെളിയിച്ചത്. തൃശ്ശൂരിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി വരുന്നതിൻ്റെ ഭാഗമായിട്ട് പ്രത്യേക സപ്ലിമെന്റ് തന്നെയാണ്
മനോരമ ഇറക്കി കൂറുതെളിയിച്ചത്. അതായത് ഇരിക്കാൻ പറഞ്ഞാൽ നമിച്ച് കിടക്കുന്ന ഒരു ഇതുണ്ടല്ലോ, മാധ്യമ രീതിയാണ്, കോട്ടയത്തെ രീതിയാണ്. അത് തൃശ്ശൂരും എങ്ങനെ നടപ്പാക്കി എന്ന് കാണുക. പ്രത്യേക സപ്ലിമെൻ്റ്, അതിൻ്റെ ടൈറ്റിലാണ് ഏറ്റവും ശ്രദ്ധേയം. അതായത് വിരാസത്ത് ഓർ വികാസ്. വിരാസത്ത് എന്ന് പറഞ്ഞാൽ പൈതൃകം, വിരാസത്ത് ഓർ വികാസ്, പൈതൃകവും വികസനവും. ഇത് നരേന്ദ്രമോദി പ്രധാനമന്ത്രി അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചപ്പോൾ പറഞ്ഞ വാചകങ്ങളാണ് ഈ രണ്ട് വാചകങ്ങൾ, രണ്ട് വാക്കുകൾ. വികാസ്, വിരാസത്ത് ഓർ വികാസ്. അത് തന്നെ ടൈറ്റിലാക്കിയിട്ട് പിന്നെ നമോ, അതായത് വികസന മോഹങ്ങൾ അതിൽ എന്ന് പറഞ്ഞാൽ തൃശ്ശൂരിൻ്റെ വികസന മോഹങ്ങൾ എന്ന് വേണേൽ അതിനർത്ഥം അങ്ങനെ പറയുന്നു. ആ വികസന മോഹങ്ങളിലെ നമോ, വികസന മോഹങ്ങളുടെ അതിൻ്റെ കാർഡ് ഇവിടെ ഞങ്ങൾ കാണിക്കുന്നുണ്ട്, നോക്കിയാൽ മതി. അത് നമോ എന്ന് കാവി നിറത്തിൽ പ്രിന്റ് ചെയ്തിറക്കിയിരിക്കുകയാണ്. എന്തൊരു വിധേയത്വമാണിത് മനോരമയ്ക്ക്, മറ്റാർക്കുമില്ലാത്ത വിധേയത്വം. ഈ സംഘി പ്രീണനത്തിന് വേണ്ടി മത്സരിക്കുകയാണ് മുഖ്യധാര മാപ്രകളും അവരുടെ സ്ഥാപനങ്ങളും. മന്ത്രി മുതലാളിയായ ഏഷ്യാനെറ്റ്, കാവി ഭൂമിയായി ഇതിനകം തന്നെ മാറിക്കഴിഞ്ഞ മാതൃഭൂമി ന്യൂസ്, പിന്നെ മറ്റ് ചാനലുകൾ, പത്രങ്ങൾ, ഇവരെല്ലാം മത്സരിക്കുകയാണ്. ഏതറ്റം വരെയാണ് ഈ പോക്ക് പോകുന്നത് നമ്മൾ ആലോചിക്കുക. ഇനി മലയാള മനോരമ ഇങ്ങനെ ഒരു സപ്ലിമെന്റ് വിശേഷാൽ പ്രതി ഇറക്കാൻ എന്താണ് അവിടെ ഒരു സാങ്കത്യമുള്ളത്? അത് പ്രധാനമന്ത്രിയുടെ ഒരു ഔദ്യോഗിക പരിപാടി ആയിരുന്നില്ല, BJPയുടെ രാഷ്ട്രീയ പരിപാടിയായിരുന്നു. BJPയുടെ മഹിളാ മോർച്ചയുടെ ആഭിമുഖ്യത്തിൽ മഹിളാ സംഗമം ആണ് തൃശ്ശൂരിൽ സംഘടിപ്പിച്ചത് എന്നാണ് നമ്മൾക്ക് സാമാന്യ വിവരമുള്ളവർക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ ഒരു പാർട്ടി പരിപാടിയിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി പങ്കെടുത്തതിനെ ഏതോ വലിയ സർക്കാർ പരിപാടിയുടെ ഒരു തോന്നലുണ്ടാക്കി തൃശ്ശൂരിൻ്റെ വികസനം നമോയിലൂടെ, വികസന മോഹങ്ങൾ നമോയിലൂടെ അവതരിപ്പിക്കുക. എന്തൊരു ഭയങ്കര ജേർണലിസമാണിത്. സമ്മതിച്ചു തരണം മനോരമയെ. ഇതെങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എവിടെ എത്തി നിൽക്കുമെന്നാണ് ഞങ്ങൾക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല കേട്ടോ. നമ്മുടെ മാധ്യമ പ്രവർത്തനം എവിടെ എത്തുമെന്ന് എത്തും പിടിയും കിട്ടുന്നില്ല. ശോഭനയെ വിട്, ശോഭന വിളിച്ചു പോയില്ലെങ്കിൽ പണക്കമാവും, പിന്നെ BJPയെ പണക്കണം, റെയ്ഡ് വരും, അതൊക്കെ അവരാലോചിച്ചിട്ടുണ്ടാവും. BJP അധികാരത്തണലിൽ പലരെയും പിന്നെ വശത്താക്കുന്നത്, വളച്ച് തങ്ങളുടെ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരുന്നത് ഇത്തരം ഭീഷണികളിലൂടെയാണ്, ED പേടിയിലൂടെയാണ് എന്ന് ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഓർമ്മയുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്, അല്ലെങ്കിൽ ഇരയാണ് ശോഭന എന്ന നടി എന്ന് മാത്രം ഞങ്ങൾ പറയുന്നു. ഈ ലിസ്റ്റ് ഇവിടെ അവസാനിക്കില്ല. ലോക്സഭ ഇലക്ഷൻ മുമ്പ് വീണ്ടും പലരും ഇങ്ങനെ ED പേടിയിലൂടെ BJP പ്ലാറ്റ്ഫോമിലേക്ക് വരും. അത് അവരുടെ ഗതികേട് കൊണ്ടാണ്. കേസും വഴക്കുമൊന്നും, ഒരു കേസ് എങ്ങനെ വേണേലും ഉണ്ടാക്കാം, ഒരു അടിസ്ഥാനവും ഇല്ലാതെ, അറിയാമല്ലോ പല സംഭവങ്ങൾ. അപ്പോൾ ഇനിയും ഇത്തരം നാടകങ്ങൾ നമുക്ക് കാണേണ്ടി വരുമെന്ന് മാത്രം ഞങ്ങൾ പറയുന്നു.